ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അടിപൊളി ഒരു പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കൻ ഡ്രൈ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിക്കാവട്ടെ, ചോറിനാവട്ടെ, എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യമേ നമ്മളൊരു ജാറെടുത്ത് അതിനകത്തേക്ക് ഒരു പിടിയോളം പുതിന ഇലയും പിന്നെ അതേപോലെ തന്നെ മല്ലി ഇലയും കൂടെ നമ്മൾ ചേർക്കുന്നു. അതുപോലെ ഒരു അല്പം വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചു. ഇനി ഒരു ഉള്ളി അരിഞ്ഞ് വെക്കുക, അതേപോലെ ക്യാപ്സിക്കം, പിന്നെ പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഇതും കൂടെ നമ്മളൊന്ന് റെഡിയാക്കി വെക്കാം. ഇനി നമ്മളൊരു പാത്രത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുക്കുന്നു. ഇത് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പുതിന ഇലയും മല്ലി ഇലയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ പെപ്പർ, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു തവ എടുത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക്. എണ്ണ ചൂടാകുമ്പോൾ നമ്മളൊരു 2-3 ഉണക്കമുളക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഇതിനകത്ത്. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർക്കുന്നു. അങ്ങനെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഇറച്ചി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇനി മറ്റൊരു സൈഡിൽ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അതുപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇങ്ങോട്ട് ചേർക്കുന്നു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഒരു ഉള്ളി അതിനെ ചേർത്തു. നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചാറ്റ് മസാലയാണ്. അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി,
അതുപോലെ കുറച്ച് ഗരം മസാല. ഇനി നമ്മുടെ മെയിൻ ഐറ്റം പെപ്പർ, കുരുമുളക് പൊടി. ഇത് കുറച്ചധികം ചേർക്കുന്നുണ്ട്, എങ്കിൽ ആ പെപ്പർ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, എല്ലാം കൂടെ ചേർത്ത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കിയ ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി കുറച്ച് നമ്മൾ മിൽക്ക് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം ഇനി ഒരു 1.5 മിനിറ്റ് ഇരുന്നാൽ മതി. നമ്മുടെ പെപ്പർ ചിക്കൻ ഡ്രൈ റെഡിയാവും. വെള്ളം നന്നായിട്ടൊന്ന് പറ്റുന്നത് വരെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പെപ്പർ ഡ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.